ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അമ്പഴങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു അമ്പഴങ്ങ എടുത്തിട്ട് അത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വേവിച്ച് കളയല്ലേ. ആ പച്ച കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്രയും നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് പകരം നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പൂടിട്ടിട്ട് നമ്മൾ അമ്പഴങ്ങ ഇട്ടൊന്ന് വാട്ടിയെടുക്കും. അതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്താലും കുറേ നാൾ നമുക്ക് ഈ അമ്പഴങ്ങ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് കോരിയെടുത്ത് മാറ്റാം. ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടായി വരും. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. അപ്പം നമ്മൾ ആ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടക്കായം ആയതുകൊണ്ടാണ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. അതിനായിട്ടാണ് കായം കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഇട്ടാൽ മതിയാവും. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയും സാധാ നമ്മുടെ എരിവുള്ള മുളക് കൂടെ മിക്സാക്കിയുള്ള പൊടിയാണ്. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ അളവിൽ നമുക്ക് ഉലുവപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ലോയിലാക്കണേ, അല്ലെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് കല്ലാണ് ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതെല്ലാം മിക്സാക്കി എടുക്കാം. ഇപ്പം ഗ്രേവി ആവശ്യമുള്ളവർ തിളപ്പിച്ചാർച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇച്ചിരി ഗ്രേവിയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഈ അച്ചാർ പെട്ടെന്ന് പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഉണ്ടല്ലോ, നമ്മൾ ആ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുത്ത അമ്പഴങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അമ്പഴങ്ങ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. നമുക്ക് ഇതെല്ലാം കൂടെ അമ്പഴങ്ങ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോട്ടിലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്കിതൊന്ന് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും കേട്ടോ. ഇതുപോലെ ബൗളിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്